മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇന്നിപ്പോൾ രാത്രിയിൽ എല്ലായിടത്തും ദുഷ്കരമായ ഒരു ദൗത്യമാണ് എന്ന സ്ഥിതി വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇനി പുനരാരംഭിക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷകളുണ്ട്, എത്രത്തോളം ആളുകളെ ഇതിനകം നമുക്ക് രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്കും ആശുപത്രികളിലേക്കുമൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതില് രക്ഷാപ്രവർത്തനത്തിൽ വൈകുന്നേരം ഏകദേശം വെളിച്ചം നഷ്ടപ്പെടുന്ന സമയം ഇവിടെ കുറച്ച് നേരത്തെയാണ്, ഒരു 4:30 മണിക്ക് വെളിച്ചം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷാപ്രവർത്തനം നിർത്തേണ്ടി വരുമെന്നുള്ള ഒരു സ്ഥിതി നേരത്തെ കണ്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ച് സന്ധ്യാസമയത്ത് നടത്തുന്നതിലേക്കുള്ള ചില തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ആലോചിച്ച് നടത്തിയിരുന്നു. അതിന് സാധ്യമാകുന്ന നിലയിലുള്ള ലൈറ്റുകൾ, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഈ ആളുകളെ രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ നദിക്ക് കുറുകെ കടക്കാനുള്ള ഒരു പ്രത്യേക പാലം നിർമ്മിക്കുന്ന പ്രവർത്തനം, അതുപോലെ കയറ് കെട്ടി നമ്മൾ കൊണ്ടുവരുന്ന സ്ഥിതിയൊക്കെ ചെയ്തത് നന്നായി എല്ലാവരും ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചതിന്റെ ഭാഗമായി നന്നായി നടപ്പിലാക്കാനായി. അതുകൊണ്ടൊരു 4:30, 4:45, 5 മണിക്ക് അവസാനിക്കേണ്ടിയിരുന്ന രക്ഷാപ്രവർത്തനം 7:30 മണിയായപ്പോൾ 484 പേരെ അങ്ങനെ നമുക്ക് രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റി. ഈ ഒരു കൂട്ടായ ഇടപെടൽ വലിയ നിലയിലേക്ക് വലിയൊരു നമ്പർ ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് കാരണമാണ്. ഒരുപാട് പേർ മരണപ്പെട്ടതിന്റെ വലിയ പ്രയാസത്തിലാണ് നമ്മളെങ്കിലും ഇത്രയധികം ആളുകളെ നല്ല പ്ലാനിങ്ങോടുകൂടി വിവിധ ഫോഴ്സുകൾക്കൊപ്പം പല സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം അവിടുത്തെ പരിസരവാസികളും മറ്റ് പലയിടങ്ങളിൽ നിന്ന് വന്നവരും ഒക്കെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ ഇടപെടലാണ് നമുക്ക് ഏറെ സഹായകരമായത്. മിനിസ്റ്റർ, ചിലയിടങ്ങളിൽ ആളുകൾ കുടുങ്ങി കിടന്നതായി പറയുന്നുണ്ട്. ഈ നാഗമല എന്ന പ്രദേശം, ഞാൻ അവിടുത്തെ ഒരു പ്രതികരണം തേടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, എപ്പോഴാണ് ഈ വിവരം ലഭിക്കുന്നത്. നാഗമല, പിന്നീട് ഈ മുണ്ടക്കൈ പ്രദേശത്തെ എല്ലാവരെയും നമുക്ക് ഏകദേശം എത്രത്തോളം ആളുകൾ ഇനി അവിടെ ഉണ്ട്, എല്ലാവരെയും നമുക്കൊരു ഉത്തരം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഈ നാഗമല കൂടി അങ്ങൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും അവിടുത്തെ വിവരം ഞങ്ങൾ പരിശോധിക്കാം, അതുപോലെ തന്നെ ബാക്കി ഇടങ്ങളിലും പരിശോധിക്കാം. എന്നാൽ വലിയൊരു നമ്പർ ആളുകളെ നമുക്ക് ഈ ഒരു എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇടപെട്ട് സന്ധ്യാസമയത്ത് 7-7:30 മണി വരെ നമുക്ക് നടത്താൻ പറ്റിയതിന്റെ ഭാഗമായിട്ട് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആശുപത്രികളിലൊക്കെ തന്നെ കിടക്കുന്നവർ വലിയ പ്രയാസത്തിലാണ്. അവരുടെ ജീവൻ കയ്യും കാലും ഒക്കെ പൊട്ടിയിട്ടും തിരിച്ചു കിട്ടിയെങ്കിലും അവരുടെ കയ്യും കാലും പൊട്ടിയതും അതിന്റെ വേദനയൊന്നും അല്ല അവരെ ബാധിക്കുന്നത്. അവർക്കൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന കുടുംബാംഗങ്ങൾ പലരും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരുമിച്ച് അത്താഴം കഴിച്ച് ഉറങ്ങിയ പലരുമില്ല. ഒരു വീട്ടിൽ 2 മുറികളിൽ വ്യത്യസ്ത മുറികളിൽ കിടന്നുറങ്ങിയിൽ ഒരു മുറിയിലുള്ളവർ നഷ്ടപ്പെട്ടു, മറ്റുള്ളവർ ആശുപത്രിയിലായി. സ്ഥിരമായി ഒരു മുറിയിൽ കിടന്നിരുന്ന ഒരു മകൻ ആ മുറിയിൽ വാതിലടച്ചുകൊണ്ട് വരാന്തയിൽ കിടന്നു, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ആ മുറിയിലുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിലെ 9 അംഗങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ദുഃഖകരമായ ഒരു അവസ്ഥ അവിടെയുണ്ട്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഈ ദുരന്തം. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ രക്ഷാപ്രവർത്തനം അത് ഒരുപാട് പേരുടെ 500-ഓളം പേരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. ഇനിയും എവിടെയെങ്കിലും ഇതുപോലെ നിങ്ങളിവിടെ പറഞ്ഞതുപോലെയുള്ള ആളുകൾ മിനിസ്റ്റർ വളരെ നന്ദി. ഞാനിപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, നാഗമല അങ്ങയുടെ ഒരു മനസ്സിൽ വെച്ചേക്കണം. നാഗമലയിലെ ആ വ്യക്തികൾ ഇപ്പോൾ ഞങ്ങളുടെ സഹായം തേടി ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അങ്ങ് തിരക്കിലായതുകൊണ്ട് ആ ശബ്ദം കേൾക്കാൻ ഞാനിപ്പോൾ തന്നെ അത് ആ വിവരം കോർഡിനേറ്റ് ചെയ്യാം. ശരി മിനിസ്റ്റർ, വളരെ നന്ദി.